CPIM തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ സഹകരണ ബാങ്കിലെ തട്ടിപ്പിൽ നേതാക്കളുടെ പങ്കെടുത്തു പറഞ്ഞ് വിമർശനം. കുട്ടനെല്ലൂർ ബാങ്കിൽ നടന്നത് നേതാക്കൾ അറിഞ്ഞുള്ള അഴിമതിയെന്നാണ് പ്രവർത്തന റിപ്പോർട്ട്. 10.5 കോടിയുടെ ക്രമക്കേട് നടന്നത് ഒല്ലൂർ ഏരിയ സെക്രട്ടറിയും ബാങ്ക് പ്രസിഡന്റുമായ KP പോളിന്റെ അറിവോടെയെന്നും റിപ്പോർട്ടിൽ പരാമർശം. LDF മുൻ കൺവീനർ EP ജയരാജനും സമ്മേളനത്തിൽ വിമർശനമുണ്ട്. വിവരങ്ങളുമായി ലെവിൻ K വിജയൻ ചേരുന്നു. ലെവിൻ, ഈ കുട്ടനെല്ലൂർ ബാങ്കിലെയും കരുവന്നൂർ ബാങ്കിലെയും ഒക്കെ തട്ടിപ്പുകൾ അത് EDയുടെ കുടുക്കാണ്, കേന്ദ്രത്തിന്റെ ബോധപൂർവമായ കുടുക്കാണ് എന്നതായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ പ്രചാരണ വേദികളിൽ CPM പറഞ്ഞത്. പക്ഷേ നിശ്ചിതമായ സ്വയം വിമർശനം തന്നെയാണിപ്പോൾ CPIM നടത്തിയിരിക്കുന്നതല്ലേ? എന്തൊക്കെയാണ് ഈ വിഷയങ്ങളിൽ പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്? ലക്ഷ്മി, കരുവന്നൂർ ബാങ്കിലും കുട്ടനെല്ലൂർ ബാങ്കിലും സംസ്ഥാനത്തെ CPMന്റെ തന്നെ പേരിന് ഖ്യാതിക്ക് വലിയ കളങ്കമുണ്ടാക്കിയ രണ്ട് ക്രമക്കേടുകളാണ്, ബാങ്ക് അഴിമതികളാണ്. സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPMനെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയ രണ്ട് വിഷയങ്ങളാണ് ഇവ രണ്ടും. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിലെ പരാമർശങ്ങൾ നമ്മൾ രാവിലെ സംപ്രേഷണം ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ജില്ലയിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ബാങ്കാണ്, സഹകരണ വകുപ്പിലെയും EDയുടെയും അന്വേഷണം നടന്ന ബാങ്കാണ് കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്. ഇവിടെ നടന്ന ക്രമക്കേടുകൾക്ക് നേതൃത്വം നൽകിയത് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണെന്നുള്ള തുറന്നു പറച്ചിലാണ് പ്രവർത്തന റിപ്പോർട്ടിൽ മേൽ ഇപ്പോൾ ഇന്നത്തെ ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് അവതരിപ്പിച്ച ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ മേൽ പറഞ്ഞത് ഒല്ലൂർ ഏരിയ സെക്രട്ടറിയും ബാങ്കിന്റെ പ്രസിഡന്റുമായിരുന്ന KP പോൾ 10.5 കോടിയുടെ അഴിമതിയും ക്രമക്കേടുമാണ് ബാങ്കിൽ നടന്നത്. ഇത് KP പോളിന്റെ അറിവോടുകൂടിയാണ്, കൃത്യമായ അറിവോടുകൂടിയാണ്. 2 വട്ടം ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്ന KP പോൾ യാദൃച്ഛികമായിട്ടല്ല ഇത്തരം ക്രമക്കേടുകൾ കണ്ടില്ല അല്ലെങ്കിൽ അറിഞ്ഞില്ല എന്ന് പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ അറിയിച്ചത്. ഇത് കൃത്യമായ ബോധ്യത്തോടുകൂടിയാണ്. വ്യാജ അക്കൗണ്ടുകളും വ്യാജ അഡ്രസ്സുകളും ഉപയോഗിച്ചുകൊണ്ട് ബാങ്കിന്റെ പണം ലോണായി കൊടുത്ത് അത് പിന്നീട് അത് ക്രമക്കേടുകളായി അഴിമതിയാക്കി മാറ്റുന്ന സമീപനമായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അന്വേഷണ കമ്മീഷനിൽ ഇത് വ്യക്തമായതോടുകൂടി KP പോളിനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയിരുന്നു, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത്തരം ക്രമക്കേടുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി നേരത്തെ പ്രവർത്തിച്ചിരുന്ന മുൻ ജില്ലാ കമ്മിറ്റി അംഗം ഇദ്ദേഹത്തെ വർഗീസ് കണ്ടംകുളത്തി തൃശൂർ കോർപ്പറേഷനിലെ ജനപ്രതിനിധി കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ അറിവും ഈ ഒല്ലൂരിലെ കുട്ടനെല്ലൂർ ബാങ്കിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഒല്ലൂർ ഏരിയ കമ്മിറ്റി, CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കാനെന്നുള്ള പേരിൽ ബാങ്കിൽ നിന്നും പണമെടുത്ത് ദുരുപയോഗം ചെയ്തുവെന്നും അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി. ആ കണ്ടെത്തലുകൾ റിപ്പോർട്ടിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ DYFIയുടെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന PB അനൂപിന്റെ പേരിലും ഗുരുതരമായ പരാമർശങ്ങൾ റിപ്പോർട്ടിലുണ്ട്. PB അനൂപ് DYFI ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഓഫീസ് നിർമ്മാണത്തിന് എന്നുള്ള പേരിൽ വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തി. ഇത് സംബന്ധിച്ചൊരു രേഖ പോലും കാട്ടാൻ അനൂപിന് സാധിച്ചില്ല. പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നെങ്കിലും കൈമലർത്തുകയായിരുന്നു അനൂപ് എന്നും പറയുന്നു. ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന അനൂപിനെയും നടപടിയെടുത്ത് പുറത്താക്കിയിരുന്നു. ഇത് ഈ സംഭവം കൂടി റിപ്പോർട്ടിന്മേൽ ഉന്നയിക്കുകയാണ്. പാർട്ടിക്ക് സംഘടനാ തലത്തിലും പ്രവർത്തനത്തിലും പറ്റിയ വീഴ്ചകൾ പ്രവർത്തന റിപ്പോർട്ടിൽ എടുത്തു കാണിക്കുന്നു. അത്തരം റിപ്പോർട്ട് അവതരണമാണ് ജില്ലാ സെക്രട്ടറി നടത്തിയത്. തുടർന്ന് നടന്ന സംഘടനാ റിപ്പോർട്ടിൽ ഇതേ വിമർശനങ്ങൾ സംസ്ഥാന സെക്രട്ടറിയും ആവർത്തിച്ചു. തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും പൊതുചർച്ചയും നടന്നു. അതിനുശേഷം നടന്ന പൊതുചർച്ചയുടെ ആദ്യ റൗണ്ടിലാണ് സംസ്ഥാന സർക്കാരിനും മന്ത്രിമാർക്കുമെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായത്. ഈ വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് EP ജയരാജൻ, CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ LDF കൺവീനറുമായ EP ജയരാജന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചാണ്. സംസ്ഥാന സെക്രട്ടറി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന വേളയിൽ EP ജയരാജനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങളൊന്നും ഉന്നയിച്ചിരുന്നില്ല. പക്ഷേ EP ജയരാജനെതിരെ വിമർശനം ഉയർന്നത് പാർട്ടി സെക്രട്ടറിയുടെ പരാമർശത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു. പാർട്ടി നേതൃത്വം ഓരോ കാര്യങ്ങളിലും ധാർമ്മികതയും മെറിറ്റും നോക്കണമെന്ന ഗോവിന്ദന്റെ പ്രസ്താവനയെ എതിർത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെതിരെ ചോദ്യമുയർത്തിക്കൊണ്ടാണ് സമ്മേളനത്തിൽ ചർച്ച നടത്തിയ പ്രതിനിധി EP ജയരാജൻ വിഷയം ചൂണ്ടിക്കാട്ടുന്നത്. ഈ CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ EP ജയരാജന് BJP ദേശീയ നേതാവ് ജാദവേക്കറെ കണ്ടതിൽ ഈ ധാർമ്മികതയും മെറിറ്റും പാലിച്ചിട്ടുണ്ടോ? LDF കൺവീനറുടെയും CPM നേതാവിന്റെയും ഭാഗത്തു നിന്നുണ്ടാകേണ്ട നടപടിയായിരുന്നോ ഇതെന്നുള്ള
മറുചോദ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു MP ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ എതിർപ്പ് പ്രതിനിധികൾ അറിയിച്ചത്. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെയും പോലീസിന്റെയും അതോടൊപ്പം തന്നെ മന്ത്രിമാരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള പല വിമർശനങ്ങളും നടന്നത്. പാർട്ടി നേതൃത്വത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വോട്ടുകൾ BJP-യിലേക്ക് ഒഴുകി എന്നുള്ള വിമർശനവും ഉയർന്നു കണ്ടു അല്ലേ? തീർച്ചയായും ലക്ഷ്മി, അത്തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നു. അത് പ്രവർത്തന റിപ്പോർട്ടിലാണ് അത്തരം സ്വയം വിമർശനം CPM അവതരിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് അനുകൂലമായ വോട്ട് ചോർച്ച പാർട്ടിയിൽ ഉണ്ടായി എന്നുള്ളത് കൃത്യമായി ജില്ലാ സെക്രട്ടറിയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന ഈഴവ പട്ടികജാതി വോട്ടുകൾ ഭിന്നിച്ചു. സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം വോട്ടർമാരെ സ്വാധീനിച്ചു. പക്ഷേ സുരേഷ് ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്ന പ്രചാരണം NDAക്ക് അനുകൂലമായി ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷ പ്രീണന നിലപാടുകൾ LDF സ്വീകരിക്കുന്നു എന്നുള്ള നിലയിൽ NDA ക്യാമ്പുകൾ പ്രചാരണം നടത്തി. BJP നവമാധ്യമങ്ങളിലൂടെ അടക്കം ഇതുപയോഗിച്ചുകൊണ്ടുള്ള വൻതോതിലുള്ള പ്രചാരണം നടത്തി. SNDP-യുടെയും BDJS-ന്റെയും ഒക്കെ പിന്തുണ ഇക്കാര്യത്തിൽ ഒരുപക്ഷെ NDAക്ക് സഹായകമായി എന്നുള്ളതും റിപ്പോർട്ടിൽ പറയുന്നു. ഏതായാലും നിശിതമായ വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും തന്നെയാണ് CPM-ന്റെ തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ നടക്കുന്നത്. 24-ാം പാർട്ടി കോൺഗ്രസിനും സംസ്ഥാന സമ്മേളനത്തിനും മുന്നോടിയായിട്ടുള്ള അവസാന ജില്ലാ സമ്മേളനമാണിത്. ഏറ്റവും കൂടുതൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും നിരീക്ഷകരായി എത്തുന്ന സമ്മേളനം എന്നുള്ള പ്രത്യേകതയുണ്ട്. അത്തരം നേതാക്കളുടെ വലിയ സാന്നിധ്യം ഉണ്ടായിട്ടും സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനും നേതാക്കൾക്കുമെതിരെ നിശിതമായ വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. സംസ്ഥാന തീർച്ചയായും അതിനിശ്ചിതമായ വിമർശനങ്ങൾ തന്നെയാണ് തൃശൂരിൽ CPM നടത്തുന്നത്. ലെവിൻ K. വിജയനാണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.